ഇന്ന് ഗീതേച്ചി രാവിലെ വന്നു അമ്പലത്തിൽ പോയി വന്നപാടന്നൊരു വീഡിയോ വെച്ച് നാളെ ഏകാദശിയിൽ ആരെല്ലാം ഗീതേച്ചിനും ഏകാദശി വ്രതം എടുക്കുന്നു എന്ന് പറഞ്ഞാട്ടെ പൂർണ്ണ മനസ്സോടെ എടുക്കണം കേട്ടോ. അതിന് ഇന്നേ പിന്നെ ഒരിക്കൽ വേണം. ഇന്ന് ഒരു നേരം മാത്രം അരിയാഹാരം കഴിച്ചിട്ട് നാളെ നമുക്ക് പൂർണ്ണമായിട്ട് ഉപവസിക്കാൻ പറ്റാത്തവർക്ക് പിന്നെ പാലോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ അരിയാഹാരം ഒഴിവാക്കണമെന്നതിൽ ഭഗവാൻ പറഞ്ഞിന് അവരുടെ ശരീരത്തിനനുസരിച്ചിട്ട് മാത്രം ചെയ്താൽ മതി. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്താൽ മതി എന്ന് പറഞ്ഞിന്. പിന്നെ അതുപോലെ പിന്നെ എന്നാ പറയേണ്ടത് നാളെ ഭഗവാൻ യോഗനിദ്രയിൽ നിന്ന് ഉണരുന്ന ദിവസമാണ്. അന്നേരം ഗുരുവായൂർ ഭഗവാൻ ഉണ്ട് എന്നാന്ന് പറയുന്നല്ലേ. നമുക്ക് ഗുരുവായൂർ പോകാൻ പറ്റിയിട്ടില്ലെങ്കിലും നമുക്ക് നമ്മളെ വീട്ടിൽ നിന്ന് ഭഗവാനെ പ്രാർത്ഥിക്കാം. അമ്പലത്തിൽ പോകാൻ പറ്റുന്നവർക്ക് എല്ലാം അമ്പലത്തിൽ പോകും, അല്ലാത്തവർ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ മതി. പിന്നെ എല്ലാവർക്കും വേണ്ടി ഗീതേച്ചിയും പ്രാർത്ഥിക്കാം. ഗീതേച്ചിനെ വെച്ച് കൂടുന്നവർക്കെല്ലാം കൂടെ മറ്റന്നാൾ ദ്വാദശി നമുക്ക് പിന്നെ പാരണ വീട് വ്രതം അവസാനിപ്പിക്കാം. എന്നാൽ പിന്നെ ഗീതേച്ചി നാളെ പുതിയ വീഡിയോ വരെ. ഇന്ന് എല്ലാവരും ഗീതേച്ചി ഒന്നിച്ച് ഉപവാസം എടുക്കാൻ വേണ്ടി തയ്യാറായി നിന്നോ. എല്ലാവർക്കും ഭഗവാൻ അനുഗ്രഹം ഉണ്ടാവട്ടെ.